जय श्री कृष्ण सर्वत्र गोविंद संकीर्तनम सर्वत्र गोविंद संकीर्तनम सर्वत्र गोविंद संकीर्तनम. എല്ലാവർക്കും നമസ്കാരം. വ്യാസ ജയന്തിയാണ് ഇന്ന്, ഗുരുപൂർണിമ ദിവസം. പരമഗുരുനാഥനായിട്ടുള്ള ശ്രീമദ് ഗുരുവായൂരപ്പദാസ സ്വാമികളുടെ ചാരിറ്റി, അത്യത്ഭുതമായിട്ടുള്ള ചാരിറ്റിയാണ് അദ്ദേഹത്തിനെ പോലെയുള്ള ഗുരുനാഥന്മാർ നടത്തിയിരിക്കുന്നത്. ഈ കൃഷ്ണകഥകൾ കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാവും, ഭഗവാനെ എല്ലാവരും വൈകിട്ടാണ് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഭഗവാന്റെ സ്വധാനങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഭഗവാനെ കുറിച്ച് മനസ്സിലായത്. ആദ്യത്തെ സന്ദർഭത്തിൽ അർജുനനെ കുറിച്ച് പറയും, ശയ്യാസനാടന വിദഗ്ധന ഭോജനാദിഷ്വൈക്യ വയസ്യ പ്രധാനിധി വിപ്രലബ്ധ എന്നൊക്കെ പറയും. അവിടെ സഖ്യു സഖേവ ദ്രവത്തനയസ്യ സർവം സേഹേ എന്നൊക്കെ അർജുനൻ വിലപിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരാൾ പോയാലാണ് ആ മഹാത്മ്യം മനസ്സിലാവുക. ഭഗവാനും വ്യത്യസ്തനല്ല. ഭഗവാന്റെ കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാർ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു പാണ്ഡവന്മാർ. പക്ഷെ സഖ്യു സഖേവ പരിവർത്തനയസ്യ സർവം സേഹേ, അച്ഛൻ മക്കളുടെ എല്ലാ തെറ്റുകളും സഹിക്കുന്നത് പോലെ ഈ സഖാവിന്റെ, ഈ സുഹൃത്തിന്റെ എല്ലാ തെറ്റും സഹിക്കുന്ന പരമാത്മ സ്വരൂപനായിരുന്നു കൃഷ്ണൻ എന്ന് അർജുനന് മനസ്സിലായത്. എന്നൊക്കെ പറഞ്ഞ നമുക്ക് സാധിച്ചില്ല. ഭഗവത് ഭക്തിമാരെ രുക്മിണി സംവാദം കേൾക്കാൻ പോകുമ്പോൾ ഭഗവത് ഭക്തിമാർക്കും ഭഗവാനെ മനസ്സിലായത് വൈകിട്ടാണ്. പറഞ്ഞു വരുന്ന വിശേഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെയും ഭാഗവതന്മാരെയും നമ്മൾ വൈകിട്ട് മനസ്സിലാക്കുന്നു. ഗുരുവായൂരപ്പദാസ സ്വാമികളുടെ സ്നേഹത്തിന്റെ 0.000001% അനുഭവിക്കാൻ കേശവന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ പോലെ, ദത്താത്രേയനെ പോലെ, ബാലകനെ പോലെ സ്നേഹിക്കുകയും പുഞ്ചിരിക്കുകയും വാശി പിടിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. വ്യാസന്റെ അവതാരമാണ്. ഒരാശ്രമം അദ്ദേഹം സ്ഥാപിച്ചില്ല. കാരണം അദ്ദേഹം വിശ്വസിച്ചു ഏറ്റവും വലിയ ചാരിറ്റി ടു ഗിവ് ദ വിസ്ഡം എന്നുള്ളതാണ്. നിങ്ങളുടെ ജ്ഞാനത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാരിറ്റി. അതിനൊരു ആശ്രമത്തിന്റെ പിന്തുണ ആവശ്യമില്ല. ഭാഗവത പോലെ ധാരാളം മതിയെന്ന് അദ്ദേഹം തീരുമാനിക്കേണ്ടത്. എന്ന് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 10 ആൾക്ക് പഠിക്കാനുള്ള സൗകര്യവും വിവാഹം ചെയ്യുകയും ചെയ്താൽ അയാൾക്ക് അശ്വരം കിട്ടുന്ന ഈ കാലഘട്ടത്തിൽ സ്വാമിജിയെ പോലെയുള്ള സ്പിരിച്വൽ മാസ്റ്റേഴ്സിന് എത്ര അംഗീകാരം സനാതനധർമ്മികൾ എന്ന് ഊറ്റം കൊള്ളുന്ന നമ്മൾ കൊടുത്തിട്ടുണ്ട്. എത്ര ആധ്യാത്മിക ആചാര്യന്മാരുണ്ടാവും പത്മശ്രീ കിട്ടിയവർ, പത്മഭൂഷൺ കിട്ടിയവർ? നിങ്ങളൊന്ന് പറയാമോ? അടുത്ത കാലത്ത് കോടീശ്വരനായ ആധ്യാത്മിക പ്രഭാഷകൻ മുരാരി ബാബുവിന് കേന്ദ്ര ഗവൺമെന്റ് എന്തോ നല്ല മനസ്സ് തോന്നി കൊടുക്കലുണ്ടായി എന്നല്ലാതെ ഇത്തരം വേദികളിൽ ഇവരുടെ വിചാരം സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ അതൊരു സെക്ഷനാണ്, അത് കോമൺ സെക്ഷൻ അല്ലാന്നാണ് എല്ലാവരും വിചാരം. സമൂഹത്തിന്റെ സകലമായ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കാൻ ഈ സ്പിരിച്വാലിറ്റി അല്ലാതെ വേറെ ആളുകൾ, ഈ സ്പിരിച്വൽ മാസ്റ്റേഴ്സിനെയല്ലേ നമ്മൾ വാസ്തവത്തിൽ ആദ്യം ആദരിക്കേണ്ടത്. പത്മ കൊടുത്തും ഭാരതരത്നം കൊടുത്തും ആദരിക്കേണ്ടത്. സനാതനധർമ്മത്തിലൂടെ പുണ്യ സംസ്കാരത്തിലല്ലേ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. സ്വാമിജിക്കൊക്കെ എത്ര ഭാരതരത്നം പത്മവിഭൂഷണം കൊടുത്താലും അദ്ദേഹത്തിന് 50 കൊല്ലം അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചിട്ട് ഒരുപാട് കാലം, എന്നിട്ടാണ് 50 കൊല്ലം നമ്മൾ ആഘോഷിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. അപ്പൊ വേറൊരു ചാരിറ്റിയും ഇങ്ങനെയുള്ള മഹാത്മാക്കളും നടത്തിയില്ല. വ്യാസന്റെ ചാരിറ്റി എന്തായിരുന്നു? 17 പുരാണം എഴുതി 18ാമത്തെ പുരാണം എഴുതുക എന്ന ചാരിറ്റിയാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ ഭൗതികമായിട്ടുള്ള ലോകത്തിൽ ആധ്യാത്മിക ആചാര്യന്മാർ ശ്രദ്ധിക്കപ്പെടുന്നില്ല. സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള ആൾക്കാർ ഇടിച്ചു കയറി പറയുന്നതാ, ഞങ്ങളെ കൂടി അംഗീകരിക്കണോ എന്ന്. ചിന്മയാനന്ദ സ്വാമിയായാലും വിവേകാനന്ദ സ്വാമികളായാലും
ഇതുപോലെയുള്ള സ്വാമിജിയെ പോലെയുള്ള അനവധി ഗുരുക്കന്മാർ, ഒരു പരമ്പര തുടങ്ങി വെച്ച ആളുകൾ. സ്വാമി ഗുരുദാസ് എന്നതൊരു യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത് ഇറങ്ങി വന്ന ആളുകൾ, അതുപോലെ അനവധി ആളുകൾ. ലീഡർക്ക് ഇത് കൊടുക്കാത്തത് എന്താണെന്നുള്ള ചോദ്യം അനവധികാരായിട്ട് എൻ്റെ ഉള്ളിലുണ്ടാകാന്നുള്ളതാണ് ഞാൻ അനവധി ആൾക്കാരോട് ഷെയർ ചെയ്യാനുള്ളത്. എനിക്കൊന്നും വേണ്ട. ഇപ്പൊ കേശവനെ പോലെ, കേശവന് ലോകത്തിൽ കേശവനെ പോലെ ശിക്ഷസമ്പത്തുള്ള ആൾക്കാർ ഉണ്ടാവില്ലെന്ന് എനിക്ക് സധൈര്യം പറയാം. ലോകത്തിൽ ആരെങ്കിലും കേശവനെ അറിയോ? പുറത്തേക്ക് പോയാൽ അദ്ദേഹത്തിന്റെ ഒറ്റ ഇൻസ്പിറേഷനിലാണ് അമേരിക്കയിലെ 2 അമ്പലം ഉയർന്നത്. ഹ്യൂസ്റ്റണും ഡാലസും. ഹി വാസ് ദ മെയിൻ ഇൻസ്പിറേഷൻ. മെയിൻ സീഡ് സോയിങ് നടത്തിയത് അദ്ദേഹം, വിത്ത് പാകിയത് അദ്ദേഹമാണ്. ഹ്യൂസ്റ്റണിലും ഡാലസിലും ഒക്കെ അമ്പലം വരാൻ നോക്കൂ. ഒന്ന് കൈയടിക്കാനൊന്നുമില്ല. അവിടെ ഒരാളെ കുറിച്ചാണ് പറയുന്നത്. ഇതാണ് ഹിന്ദുക്കൾ. മനസ്സിലായില്ലേ? ഹിന്ദുക്കളുടെ ഭാഗവതാചാര്യന്മാർക്ക് പത്മ കൊടുക്കുന്നതായിരിക്കും. നമുക്കൊരു സ്പിരിറ്റില്ല. അതാണ് ആ സ്പിരിറ്റാണ് വാസ്തവത്തിൽ സ്പിരിച്വാലിറ്റിയിലേക്ക്. ചാരിറ്റി ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നു. ഓക്കെ, ആവാ, വേണം വേണ്ടെന്നല്ല ഞാൻ പറയാം. സദ്ഗുരു ഒരിക്കൽ പറഞ്ഞു, മുഗൾമാർ ബ്രിട്ടീഷുകാർ വിചാരിച്ചു ക്ഷേത്രം നശിച്ചാൽ ഭാരതീയ അങ്ങനെ വീടുകൾ ആചാര്യന്മാർക്ക് ഇപ്പോഴും ഹിന്ദുക്കളുള്ള ഈ ഭാഗം ആളുകൾ എത്ര റെക്കഗ്നീഷൻസ് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞപ്പോ ഹിന്ദുക്കൾ സംശയായി ആളുകൾക്ക്, ഗീത ഉപാസിക്കുന്ന ആളുകൾക്ക് സംശയം കേട്ടപ്പോ ഇതൊന്നും ഇവരുടെ വരയിൽ ഏറ്റവും വീഴുന്ന ആൾക്കാർ നമ്മളെ പോലെ ഹിന്ദുക്കളാണ്. ഐക്യമില്ല. നമ്മൾ എത്ര പേരാണ് ഹിന്ദു സമൂഹത്തിൽ എത്ര പേരാണ്? സ്വാമി ഗുരുദാസ് എത്ര പേരറിയുന്നു? എത്ര ശതമാനം അവര് പോട്ടെ. ഗുരുദാസ് സ്വാമികളോട് പോട്ടെ. അപ്പൊ നമ്മളുടെ ഇതേ സ്പിരിറ്റ് തന്നെയാണ് കൃഷ്ണനോട്. ഇപ്പൊ നമ്മൾ തോണ്ടി നോക്കിയതാണ് ഭഗവത്ഗീത. കൃഷ്ണ, we are very
എന്താ പറയാ, നിന്നെ ലേറ്റായി, ക്ഷമിക്കണേ. സോ ഈ വ്യാസ ഞങ്ങളുടെ ഓർത്തുകൊണ്ടെന്തെങ്കിലും പറയാൻ ഒരു ആൾക്കാർ പറഞ്ഞിരുന്ന ആൾക്കാരെ വരെ 90% ആൾക്കാർ ഇതാണ് ശുദ്ധോദയം. അപ്പൊ ഈ ഇതരത്വം മാറി ഇതരമില്ലാതെ ശ്രീകൃഷ്ണ ഒരു ഘടകത്തെ പറയാം. അയാൾ കൊടുത്ത് സമാഹൃദയം ഒരേ ആക്കാനുള്ളത് മറ്റൊരു സാധാരണ മനുഷ്യ ജീവിയെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഭഗവാൻ മാനുഷിക രൂപം സ്വീകരിച്ചപ്പോ മനുഷ്യന്മാർക്ക് പോലും മനസ്സിലായില്ല ഇത് ഭഗവാൻ. അതുകൊണ്ടാണ് സാധാരണ കാമുകിമാര് പക്ഷേ ഭാവമാണ് ഈ പ്രണയമുള്ള ആൾക്കാര് പരസ്പരം വിവാഹം ചെയ്യാനേ പാടില്ല. കാരണം വിവാഹം ചെയ്ത രുക്മിണിദേവിക്കും ഇതെന്ന് തോന്നി. കാരണം പ്രേമവതിയാണ്. ആ പ്രേമവതിയായ പ്രേമത്തെയാണ് ഭഗവാൻ പിന്തുടരുന്നത്. ഭക്തിയും പ്രേമവും സൗഹൃദം ഉണ്ടെങ്കിൽ മാത്രമേ നേരിടാൻ സാധിക്കില്ല. സാധാരണ ജസ്റ്റേഴ്സ് അതും ഞാൻ അറിയില്ല. ഒരേ ഈശ്വരനെ മനുഷ്യരിലേക്ക് ആക്കുക. ഇതാണ് ശ്രീകൃഷ്ണ. സാധാരണ ഒരു വിവാഹത്തിന്റെ ഒരു
ഇതൊരു ഗൗരവം ആയിരം നമ്പൂരി പണിക്കണേ പിള്ള ഇതൊന്നും പേടിച്ചാൽ കുറച്ചുകൂടി അയക്കുണ്ടാവും ഹിന്ദുക്കൾ നേരെ സർവപ്രഗോവിന്ദനാമസങ്കീർത്തനം. എനിക്ക് ഏറ്റവും തീർച്ചയായ ഈ സ്വാഭിമാനം എന്ന് പറയുന്നത് അവന്റെ സാമുദായിക മാത്രമായിട്ടുള്ള അഭിമാനമേ ഉള്ളൂ. ഭാരതീയൻ എന്ന അഭിമാനം കേരളത്തിലെ ഹിന്ദുക്കൾക്ക് പൊതുവെ കുറവാണ്. ഭാരതീയൻ എന്ന അഭിമാനം ഉണ്ടാവട്ടെ, ശ്രേണിസ്വഭാവം ഉണ്ടാവട്ടെ. ഏതായാലും കാമദേവന് ഒരു ചാൻസ് കൊടുത്തു ഭഗവാൻ. കാമദേവനില്ലാതെ ശ്രീകൃഷ്ണൻ ഇല്ല. ആ കാമദേവന്റെ കഥയാണ് പ്രതി. കാമദേവന്റെ ശത്രു ശംബരാസുരൻ കാമദേവനെ തട്ടിപ്പോയി കടലിലേക്ക് വലിച്ചെറിഞ്ഞു. കടലില് മത്സ്യം മുക്കുവൻ പറയപ്പെട്ടു. മുക്കുവന മത്സ്യത്തെ മുക്കുവന്റെ രാജാവായ ശംബരാസുരനെ വലിച്ചു. നിനക്ക് തന്നെ എന്നുവെച്ചാൽ രക്ഷപ്പെടുന്ന ആളാവുന്നു. പക്ഷെ നാട്ടിൽ വന്ന് തെങ്ങിന്റെ അടിയിൽ നിന്ന് വീട് വലിക്കുന്നതാവുന്നു. തേങ്ങ വീട് വയ്ക്കുക, മനസ്സിലായില്ലേ? സോ നിനക്കുള്ള തേങ്ങ നിനക്ക് കാക്കന്മാര് പറയാറുണ്ട്. മത്സ്യത്തെ അവിടെ കൊടുക്കുമ്പോ അമേരിക്ക ഉണ്ണി എന്ന് നാട്ടുകാർക്ക് ചുമ ആ ഉണ്ണിയെ വളർത്തിക്കൊണ്ടുവന്നു. അവസാനം ഞാൻ അമ്മയല്ല ഭാര്യയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ശങ്കരാസുരനെ ഗൗഹ്യകം ഗാന്ധർവം രീതിയിൽ ഭീഷണമായ രീതിയിൽ ശത്രുക്കളെ കൊല്ലുക, ഇങ്ങനെ പലതരത്തിൽ ഈ യുദ്ധത്തിലൂടെ നിഗ്രഹിച്ചു. ഇവിടത്തെ നാടാകെ മാറി, ഭഗവാൻ മാറി. ഉണ്ണി ഇതെവിടെയെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ട്, ശബ്ദം കൊണ്ട്, നടത്തം കൊണ്ട്, ചിരി കൊണ്ട്, നോട്ടം കൊണ്ട് ഇതേ ഈ യുവാവ് നമ്മൾ കണ്ടതും ഇത് തന്നെ
ഞാൻ മകനാണ് മനസ്സിലായത്, അല്ലെങ്കിൽ ഭഗവാൻ തിരിച്ചു മനസ്സിലായത്. അച്ഛനാവില്ലേ? ഇതിലൊക്കെ സുഖം ഈ സുഖത്തെ നിങ്ങൾക്ക് സമമായി ചെയ്യാൻ സാധിച്ച സമഭാവത്തിൽ അതിനെ നമുക്ക് ഇതൊന്നും ഒരു വിഷയം. എനിക്കായാലും സുഖദുഃഖവും ഇല്ലാതെ ജീവിതമില്ല. ഇത് ദിവസേന ആളുകൾ നമുക്ക് ഡയലോഗ് പറയുന്ന ആൾക്കാരാണ് നമ്മളുണ്ടാവുന്നത്. മനുഷ്യൻ ജീവിതം വേറെ ഡ്രാമ സദസ്സിനെ പോലെ നമ്മൾ ചെയ്യാവുന്ന നാടകത്തിൽ പറയുന്നത്. പിന്നീട് കല്യാണം കഥ മോഷ്ടാവാണെന്ന് കേട്ടപ്പോൾ മോഷണത്തിലൂടെ രണ്ട് കല്യാണം കഴിക്കും. കല്യാണം കഴിക്കലും കല്യാണം കഴിച്ച് മോഷ്ടിക്കലും ഇതൊക്കെ മോഷ്ടാവായവരാണ് ഭഗവാൻ കണ്ടത്. മോഷ്ടിച്ചില്ല, മോഷ്ടിച്ചു ആൾക്കാർ പറഞ്ഞത് പ്രകാരം രണ്ട് കല്യാണം. സത്രാജിത്തിന്റെ ആഗ്രഹപ്രകാരം സൂര്യഭഗവാൻ വിശേഷപ്പെട്ട രത്നസിംഹകം സമ്മാനിച്ചു. പറഞ്ഞു സത്രാജിത്തിന്റെ ഒരു അയാൾ ഒരു മഹാനായക രോഗിയാണെന്ന്. പക്ഷേ അകാലമൃത്യു രോഗികളൊക്കെ നമുക്ക് സംരംഭിക്കാൻ തടസ്സമായിട്ടുള്ള ഘടകങ്ങളാണ്. ആ ഘടകങ്ങളൊന്നും ഉള്ള സ്ഥലത്ത് ഇത് വെച്ച് തോന്നിക്കുന്ന സ്ഥലത്ത് ഉണ്ടാവില്ല. ഉപദേശം അതുകൊണ്ടാണ് സത്താവിത്ത് ദിവസങ്ങളെ കൊണ്ടാണ് പറയുന്നു. ഏകദേശം 3.5 കിലോ എന്ന് പറയും. 3.5 കിലോ സ്വർണം ദിവസം സമ്പത്ത് മഹാ ഈ സമ്പത്ത് ഏറ്റവും വിപത്താണ്.
ഈ സമ്പത്തിനെ സപ്താഹത്തിൽ സമ്പത്തെ നമ്മുടെ കയ്യിൽ അതുകൊണ്ട് 10 രൂപ നിങ്ങൾക്ക് അർഹിക്കുന്നതിൽ കൂടുതൽ കിട്ടിയ ഇപ്പൊ നിങ്ങൾ തലേണ കയ്യിൽ വെച്ച് 10 രൂപ അതുപോലെ നടത്തിക്കൊണ്ട് മനസ്സിലായി. നമ്മുടെ പ്രശ്നം നമുക്ക് എപ്പോഴും സമ്പത്തുണ്ടാകുന്ന ആദ്യം സമ്പത്ത് ഏറ്റവും വലിയ വിപത്താണ്. സമ്പത്തിനെ നമുക്ക് നിയന്ത്രിക്കാൻ അത് ഏറ്റവും സുഖം തരുന്നതായിരിക്കും. അത് ഹോസ്പിറ്റൽ ക്യാൻസർ പേഷ്യന്റ് ഫ്രീസ് അദ്ദേഹത്തിന്റെ ആ ധനത്തെ നമുക്ക് വട്ടം കെടുത്താത്ത രീതിയിൽ ലക്ഷ്യമാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ അയൽവാസി കുറച്ച് നല്ല വീട് വയ്ക്കുമ്പോ അതേ മാറുന്നു. അതായിരിക്കും ഇപ്പൊ ഒരു വ്യക്തിയുടെ കയ്യിലില്ല, ആവാസിന്റെ ആൾക്കാരുടെ കയ്യില്ല ഈ സമ്പത്ത് മുഴുവൻ. അപ്പൊ ആവാസ് പറഞ്ഞത് ശരിയാ, ഒരു വ്യക്തിയുടെ കൂടെ ഇരിക്കാൻ പാടില്ല ഈ സമ്പത്ത്, അത് വിഭജിക്കണം. ഇങ്ങനെ എനിക്ക് ഒരു വൺ ഹാൻഡ് ഭാര്യ വിചാരിച്ചു ഇനി പോകുമ്പോ എന്റെ അടുത്തേക്ക് വന്നാണ്. അങ്ങനെയാണ് ഇതാ മനസ്സിലാക്കുന്ന പ്രസേനയിൽ കൊടുത്തു. ആലോചിക്കണം, ജഗന്മോഹനായ ജഗന്നിയന്താവായ ലക്ഷ്മീപതിയായ ഭഗവാൻ ചോദിച്ചപ്പോ ഈ ലക്ഷ്മിയെ സഹായത്തിൽ കൊണ്ടില്ല. മദ്യപാനിയായ ദുസ്സർഗം മാത്രമുള്ള അനിയൻ പ്രസേനൻ, അയാള് ആടിവാക്കാറ്റ് പാടിവാക്കാറ്റ് പറഞ്ഞ് ആടി ആടി വീട്ടിൽ വന്ന് ആ രത്നം ചോദിച്ചപ്പോ ആ രത്നം കൊടുത്ത് ആ അനിയന് കൊടുത്തു. ഇതാണ് നമ്മുടെ കഷ്ടകാലം. അമ്പലത്തില് സുവർണ സത്രമുണ്ട്, ഗോൾഡൻ ജൂബിലി സ്വാമിജിയുടെ പേരിൽ. അതുകൊണ്ട് നിങ്ങളൊക്കെ പറയും സ്വാമിജിയുടെ ആരാധകരന്റെ ഒരു 10,000 രൂപ വെച്ച് ദിവസം തരണേ എന്ന് പറയുമ്പോ ഇത് നമ്മൾ കാനഡയിലേക്കും അമേരിക്കയിലേക്കും പോകാനുള്ള പേരക്കുട്ടികളുടെ പേരിൽ നിക്ഷേപിക്കും. അവരാണെങ്കിൽ അവിടെ ഒരു മതാമയെ കല്യാണം കഴിച്ച് അവിടെ കൂടെ എന്ത് ചെയ്യും, ഫോൺ ചെയ്യാൻ മാത്രമേ ഇപ്പോഴുള്ളൂ. എന്തായി, ഭഗവാന് കൊടുക്കേണ്ടത് ഭഗവാന് കൊടുത്തില്ല, വേറെ വല്ലവർക്കും കൊടുത്തു. അത് അസ്ഥാനത്തായി ഭവിക്കും. ദുഷ്ടൻ കൊടുത്തു, അനിയനാണ് എന്ന പേരിൽ കൊടുത്തു. ആ രത്നം അയാള് ബഹുമാനിച്ചില്ല.
ആ ബഹുമാനമില്ലായ്മ വളരെ ആർക്കായിട്ട് തീർന്നു. അതുകൊണ്ടാണ് വലിയ വലിയ ആചാര്യന്മാര് അയോധ്യയെ കുറിച്ചും കേദാർനാഥിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ബ്ലാബറി കൊണ്ടിരിക്കുന്നത്. അവർക്ക് കിട്ടിയ പദവിയെ സ്വയം ബഹുമാനിക്കാതെ ലോകത്തിന്റെ സകല ബഹുമാനത്തെയും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ അവർ നടത്തുന്നത് അതുകൊണ്ടാണ്. കലികാലം ഏതായാലും സത്രാജിത്തിന്റെ കലിയെ കാണാൻ അതാണ് പ്രധാന വിഷയം. പ്രസേനനെ അടയ്ക്കാൻ പോയെന്ന് ആർപ്പറിയുക, സത്രാജിത്തിന് രാത്രി കിടന്നിട്ട് ഉറക്കം വരില്ല, ക്ഷേത്രത്തിൽ സത്താഹം അവിടെ പോയി നോക്കി ഉറക്കം വരില്ല. ഓരോരുത്തരും സത്താഹത്തിൽ ഒരാൾ ലോകം മാത്രം കാണാനില്ല. പകുതി പറഞ്ഞു മുഴുവനല്ല. ഭാര്യ അത് മുഴുവനല്ല ഒന്നരയാക്കി അടുത്തുള്ള ആളോട് പറഞ്ഞു, അടുത്തുള്ള ആൾ അത് രണ്ടാക്കി അടുത്തുള്ള ആളോട് പറഞ്ഞു. ജപിച്ച് ആ നാമം അങ്ങോട്ട് ഈ ഭരിക്കുന്ന ആൾക്കാരെ വിശ്വാസത്തിൽ ഭരിക്കുന്ന ജനങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ എന്റെ കൈ ശുദ്ധമാണ് എന്ന് നിയമസഭയിൽ വന്നതിലായില്ല. അത് ശുദ്ധമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട അവസ്ഥ അല്ലെങ്കിൽ ഉത്തരവാദിത്വം അത് ഭരണാധികാരികളുണ്ട്. അതുകൊണ്ട് നീ ഒരു SIT ഫോം ചെയ്യണം, ഇൻവെസ്റ്റിഗേഷൻ വേണം. അതാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഭഗവാൻ ഫോം ചെയ്തു. അതില് പൗരന്മാർ നിഷ്പക്ഷരെ, ഈ നിഷ്പക്ഷമുള്ള വിഭാഗക്കാരാണ് ഹിന്ദുക്കൾ. ഉള്ളിലേക്ക് പോയി കുതിര തൊട്ടടുത്ത് പ്രസേനന്റെ ശരീരം, അതിന് കുറച്ചും കൂടി നിന്നപ്പോ സിംഹത്തിന്റെ ശരീരം കണ്ടു. ആവശ്യമില്ല. അതിലൊരു കുട്ടിയായി പോയി കുട്ടികൾ ഭഗവാൻ കുട്ടികളുടെ മനസ്സിൽ വന്നു. ഇതുപോലെ ലോകത്തില്ല.
വലിയ ഇതാ അയ്യപ്പൻ ഈ വക അനവധി ശ്രീരാമനെ ശ്രീരാമനെ സീതയാ ശ്രീരാമ ഭഗവാൻ കയ്യിൽ കൊടുത്തു ഈ ഗറില്ല വിഭാഗപ്പെട്ട പറയുകയാണ് നമ്മളും ശത്രുക്കളിനെ കിട്ടിയില്ല. ഇത് ഭരണ അവസാനം പുറത്തു നിൽക്കുന്ന പച്ചക്കറികൾ കഴിഞ്ഞപ്പോ അവര് വെട്ടിക്കെട്ടി ദ്വാരകയിലേക്ക് പോയി. ഭഗവാൻ കെട്ടുമണ്ണ് വീണു. ഹരേ ഇത്യാലപൻ എന്നൊക്കെ ഭഗവാൻ ഈ അവസരത്തിൽ അയ്യോ ഭഗവാനെ, ഞാൻ പുഷ്പാഞ്ജലി ചെയ്യുന്നതിന് പകരം കിട്ടിയതിൽ എന്നോട് ക്ഷമിക്കണേ. ഭഗവാൻ, നിങ്ങളെ പോലെയുള്ളവരെ എന്നെ ഇട്ടോ എനിക്ക് നല്ല സുഖമുള്ള പുഷ്പാഞ്ജലി തന്നെയാണ്. ഏതായാലും ആ രത്നം എനിക്ക് തരണം. അങ്ങനെ രത്നം ജാമ്പവാൻ ഭഗവാൻ കൈമാറും. അങ്ങനെ ഭഗവാൻ നമ്മൾ പോകുമ്പോഴാണ് ഭഗവാനെ ഓരോ ഓഫർ ഉണ്ടായിരുന്നില്ല, ഒരു രത്നം കൂടി ഇവിടെ സ്റ്റോക്ക് ഉണ്ട്, അങ്ങേക്ക് വേണ്ടി ലോകത്തിൽ വെച്ചേക്കുന്നതാണ്, ഒന്ന് ഇപ്പൊ എടുത്തു പോയാൽ തകരില്ല. കഴിഞ്ഞ കാലത്തിൽ ജാമ്പവതിയെ ശ്രീരാമൻ കൊടുക്കുന്ന ഒരാഗ്രഹം പറഞ്ഞു. അന്ന് ഭഗവാൻ പറഞ്ഞു, ഈ അവതാരത്തിൽ സീതയുടെ കാലത്ത് വേറെ സ്ത്രീയുടെ നിഴൽ പോലും എന്റെ മനസ്സിലേക്ക് തോന്നിയില്ല. അത്രയും ഏകർത്തിയാണ്, അത്രയും വ്രതത്തോടുകൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഈ അവതാരത്തിൽ ഓഫറുകൾ ധാരാളം വന്നിട്ടുണ്ട്, അതൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല. ആ ഓഫറുകളൊക്കെ കൂടി അടുത്ത അവതാരത്തിൽ വെച്ചിരിക്കുക. അടുത്ത അവതാരത്തിൽ ചോറ്റാനിന്റെ ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരിച്ചാൽ മതി, ഭാര്യയെ ഉണ്ടാക്കി ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് അടുത്ത അവതാരത്തിലാവാം. ഭഗവാനെ അടുത്ത അവതാരം എന്ന് പറയുമ്പോ കാലത്ത് കഴിയും. അന്ന് ശ്രീരാമചന്ദ്രൻ അനുഗ്രഹിച്ചു, നിത്യ മധ്യപ്രതികാരിയായി ഇരിക്കട്ടെ. ഒരു നിമിഷം പോലും ജാമ്പവതിയുടെ മൂത്ത പുത്രൻ സാമ്പന്റെ ശക്തി കൂട്ടി സാമ്പാർ വണ്ടിയിൽ ജാമ്പവതി സാമ്പനോട് ചോദിച്ചു, ഇത് എത്രാമത്തെ മകളാ എന്ന് ചോദിച്ചു. ഇത് മകളല്ല, അമ്മയാണ്. അമ്മയ്ക്ക് 17 വയസ്സ്, മകന് 60 വയസ്സ്. ജാമ്പവതിയുടെ സഹത്രിയായിട്ട് രുക്മിണി ദേവിയുടെ 84.
84-ന് പരിപ്രഥമൻ വിളമ്പിയത് യാതൊരു ഇത് പൗത്രന്റെ ഭാര്യയല്ല, എന്റെ കോ വൈഫ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ആർക്കെങ്കിലും ഭാഗ്യം ഉണ്ടായിരുന്നോ കോ വൈഫ് എന്ന് പറയാൻ? അത് ഭഗവാന്റെ ഭാഗ്യമാർക്ക് മാത്രമേ ഭാഗ്യമായിരുന്നു. കാരണം രുക്മിണി അത്ര പ്രേമോപികളെ വരുന്ന കല്യാണിമാരെ മുഴുവൻ വളർത്തിപ്പിടിച്ച് സ്വീകരിക്കുന്ന രുക്മിണി ദേവിക്ക് അഭിമാനമായിരുന്നു. എന്റെ അതാണ് കൃഷ്ണപ്രേമന്റെ ഏറ്റവും വലിയ ഈ അടുത്ത മോഹൻ ജമ്മു ചെയ്യുന്നത് അതുകൊണ്ട് സെൽഫി തീർക്കാൻ അതുപോലെ ഇതാ സത്യഭാമയെ വിവാഹം തുല്യത അല്ല കല്യാണത്തിൻ്റെ അങ്ങനെ സത്യഭാമ കല്യാണം കഴിക്കുമായി എന്നെ കിട്ടും സത്യഭാമ
എന്നുവെച്ചാൽ നിങ്ങൾ ഇപ്പൊ ക്ലബിലൊക്കെ പോയി മുഴുവൻ രാവിലെ തന്നപ്പോ വായ ഓൾറെഡി സ്വന്തം അവിടെ ആ വിമാന ഭാഗമായി അവിടെ അച്ഛൻ മനസ്സിലുള്ള ഞാൻ അധികം കരഞ്ഞു, ഞാൻ അധികം കരഞ്ഞു എന്നാണ്. ഭഗവാൻ ഈ കരച്ചിൽ ഇഷ്ടമല്ല, ഇങ്ങനെ ഗൗരവവും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് പറയുമ്പോ വളരെ വളരെ ആഗ്രഹത്തോടുകൂടിയാണ് ഭാവം ഭഗവാൻ ഇവിടെ ഈ
പിന്നെ ഓടി ആ ചോദിച്ച് അയാളെ അടുപ്പിച്ച സ്ഥലത്തിലേക്ക് കൊല്ലണവരെ കൊല്ലണം. ഇപ്പൊ നമ്മുടെ നിങ്ങളുടെ ആൾക്കാരെ വധിക്കുക തന്നെ വേണം. കൊതുക് നിങ്ങളുടെ ശരീരം പറയുമ്പോ അഹിംസ പങ്കിട്ട് ഒരു കൊതുകിനെ പോലും ഉപദ്രവിക്കില്ല. നീ കുറിച്ചോ? മനുഷ്യന്റെ സ്വാഭാവിക റിയാക്ഷൻ പോലും കൊതുക് ഒന്നില്ലെങ്കിൽ കാരണം അസുരൻ വരുണഭക്തനാണ്. വരുണഭക്തിയുള്ളവര് താമസിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അവർ യാഗം ചെയ്താൽ മഴ പെയ്യും എന്നാണ് ശാസ്ത്രം. ആ മഴ അവിടെ പെയ്തതും സ്വാമിക്ക് ഗംഭീര സ്വീകരണം തിരിച്ചു വരുമ്പോ ഇപ്പൊ ഭാഗവന്മാരല്ല അപൂജ്യന്മാരാകുക. സ്വാമിജി അത്
ഇവരൊക്കെ നിങ്ങളുടെ സദസ്യമാകാനാണ്. നമ്മൾ ഒരനക്കോല ഇതിന്റെ ആധ്യാത്മിക ഭാഗം മാത്രമേ നമ്മൾ സ്വീകരിക്കൂ. ഭൗതികമായിട്ടുള്ള ഭാഗം നമ്മൾ സ്വീകരിക്കില്ല. അതാണ് ഏറ്റവും വലിയ നിർഭാഗ്യം. ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചതിന് ശേഷം ഭൗതികമായിട്ട് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നാണ് ഭഗവാൻ കാണിച്ചത്. അത് നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. അതൊരു പ്രശ്നമാണ്. ഭഗവാനെ ദൂരത്തിങ്ങനെ എത്തി 30 വ്യാഴാഴ്ച ആയാൽ എന്തൊരു ചന്തം എന്റെ കണ്ണനെ കാണാൻ എന്ന് പറഞ്ഞ പരിപാടിയുള്ളൂ. ദൂരെ ഇരിക്കുന്ന പരിപാടിയുള്ളൂ. ആ ഭംഗി എന്റെ ഹൃദയത്തിലാണെന്ന ഭാവത്തിൽ, എന്റെ ഹൃദയത്തിലുള്ള സുഹൃത്താണ്, മെന്ററാണ് ഭഗവാൻ എന്ന ഭാവത്തിൽ സ്വീകരിക്കാൻ നമ്മൾ ഇപ്പം തയ്യാറുണ്ട്. അതാണ് ദൂരെ ദൂരെ എന്നത് ഭാഗവത്തിൽ ഒക്കെ ദൂരെയാണ്. നമ്മള് ഇവിടെ ഇരുന്ന് ബദിലേക്ക് ഗുരുവായൂർ പോവുക. ബദികള് അത് വേണ്ടാന്ന് ഇങ്ങോട്ട് വരും. ഇതെല്ലാം ചെയ്യുന്നത് വേണ്ടല്ല, ഇതൊരു തെറ്റാണെന്നല്ല പറഞ്ഞ അർത്ഥം. പക്ഷേ സ്വന്തം കഴുത്തിൽ കിടക്കുന്ന മാലയുടെ വില മനസ്സിലാക്കുക നമ്മളല്ലാതെ. അവനവന്റെ കഴുത്തിൽ ഒന്നാമത്തെ മാലകളായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്ത് രസമാണ്, എത്ര ആയിരോ. അവനവന്റെ കഴുത്തിലെ മാലയുടെ മാഹത്യം മനസ്സിലാക്കുക, എന്ത് മറ്റുള്ള മാലകളുടെ സൗന്ദര്യം ആശ്രയിക്കുക. ഏതായാലും 3 കല്യാണം, 5 കല്യാണം ഒരു അധ്യായത്തിൽ. കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ 5 പേരെ എന്നുള്ളതാണ് കല്യാണം. ഒക്കെ യുദ്ധ. മിത്രവിന്ദയുടെ സഹോദരന്മാര് ദുര്യോധനന്റെ ആൾക്കാരായിരുന്നു. റൂമിൽ കൂട്ടിയിട്ടു മിത്രവിന്ദയെ. കത്തയച്ചു മിത്രവിന്ദ. ആ കത്ത് നമുക്ക് വായിച്ചുകൂടി രുക്മിണിയ. ഭഗവാനെ ഒരു കത്ത് ഉണ്ട് ഇന്ന്. ആരാ? അർജുനനും കത്തായിട്ട് ആവശ്യം. ഇത് ഏതോ പെൺകുട്ടിയാ എഴുന്ന, അത് അവന്തിന്നാണ്. ഉടനെ നേരിട്ട് പോയി വിന്ദാനുവിന്ദന്മാരെ തോൽപ്പിച്ച് മിത്രവിന്ദയെ സ്വന്തമാക്കി. ഇവരെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭഗവാന്റെ കസിൻ സിസ്റ്റേഴ്സ് ആണ്. കുന്തി ദേവിയുടെ അനിയത്തിമാരുടെ മക്കളാണ് ഇവരെല്ലാവരും. കാളിന്തി തീരത്തുള്ള പൂജ സ്വീകരിച്ച് ഭഗവാൻ സ്വീകരിച്ചു. ലക്ഷ്മണയെ ഒരു വീര പരീക്ഷയിലൂടെ ഭഗവാൻ സ്വീകരിച്ചു. ഭദ്രയ്ക്ക് ഇപ്പോഴത്തെ പെൺകുട്ടികളോട് പറയാൻ ഇഷ്ടമായിരുന്നു. ഇപ്പോഴത്തെ പെൺകുട്ടികളോട് നിനക്കാണ് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ഇഷ്ടമൊന്നുമില്ല. ഐ ലൈക്ക് യു ബട്ട് ഇറ്റ്സ് നോട്ട് ആസ് യു തിങ്ക്. അത് നീ വിചാരിക്കാതെ പറയുന്നത് ഇഷ്ടമല്ല. ഇത് മര്യാദയ്ക്കൊന്നുമില്ല. ഭദ്രയെ പറഞ്ഞാൽ തന്നെയാണ് എനിക്ക് ഭഗവാനെ ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ കല്യാണം കഴിക്കാനുള്ള ഇഷ്ടമാണോ എന്നറിയില്ല. ഏതായാലും പിതാവിനെ ആശ്രയമാക്കുകയെത്താൻ എന്ന് ഭദ്ര പറയുന്നു. സത്യയെ 7 ജല്ലിക്കട്ടൻ കാളകളെ ഒരേ കൂടി ബന്ധിച്ചുകൊണ്ട് സത്യയെ വിവാഹം ചെയ്തു ഭഗവാൻ. അങ്ങനെ 5 വിവാഹം. എത്രയാണ് ഈ 16-8 ഒരു ഗ്ലോറിഫിക്കേഷൻ ആണോ എന്ന് ചോദിച്ചപ്പോഴാണ് പരീക്ഷിത്തെ ഭഗവാൻ ഒരു ഗ്ലോറിഫിക്കേഷന്റെ ആവശ്യമുണ്ടോ? ഭൂമിദേവിയും വരാഹമൂർത്തിയുടെ ഉയർത്തിൽ നിന്നുണ്ടായ നരകാസുരൻ, അയാൾക്ക് പെണ്ണുങ്ങളെ തൊടാൻ പറ്റിയ തൊട്ട അപ്പ തലപെട്ടി തെളിക്കുന്നു. ഇഷ്ടമല്ലാത്ത ഒരു പെണ്ണിനെ തൊട്ടാൽ തലപെട്ടി തെളിക്കുന്നതാണ്. സൗഭാഗ്യവശാൽ അയാളെ ഒറ്റ പെണ്ണുങ്ങൾക്കും ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? അയാൾ സകല പെണ്ണുങ്ങളെയും തന്റെ കാരാഗ്രഹത്തിൽ കൊണ്ടുവന്ന് ഭാവിച്ചു. 16,000 എന്ന പേര്. സ്വന്തം അമ്മ അനുവദിച്ചാൽ അച്ഛൻ വേണം തന്നെ കൊല്ലാൻ, അങ്ങനെ എനിക്ക് വധമുണ്ടു എന്ന് തീരുമാനിച്ച അയാള് രാജകുമാരിയെ അതിനോട് മോഷ്ടിച്ചു കൊണ്ടുവന്നു സ്ഥാപിച്ചു. കാരണം ഏതെങ്കിലും അമ്മ മകനെ കൊല്ലാൻ പറയോ? ഇനി അമ്മ പറഞ്ഞു ഏതെങ്കിലും അച്ഛൻ മകനെ കൊല്ലുവോ? അതായിരുന്നു സത്യഭാമയെ കൂട്ടിപ്പിടിച്ച് ഭഗവാൻ നരകാസുരന്റെ പുരിയിലെത്തി. നരകാസുരനെ സത്യഭാമയുടെ സമ്മതത്തോടെ നിഗ്രഹിച്ചു. സത്യഭാമ ഭൂമിദേവിയുടെ അവതാരം, ഭൂമിദേവിയുടെ മകനാ ഈ നരകാസുരൻ. അപ്പൊ അമ്മ അനുവദിച്ചു, അച്ഛനായ ഭഗവാൻ കൊന്നു. ആ 16,000 കുട്ടികളും ആ ചെറിയുള്ള നടത്തവും ആ മാർഗം കാണിച്ചുകൊണ്ടുള്ള ഒത്തിരിയത്തിന്റെ സ്റ്റൈലും ഗോപിക്കുറിയും ആ എന്താ പറയാ താമര ആകൃതിയുള്ള കണ്ണുകളും മുഖത്ത് മായാത്ത മന്ദഹാസവും
ഗോപിപ്രിയും ഇടതുന്ന ആ കാർട്ടൂണിലിങ്ങനെ വിപരീത ദിശയിൽ പാടുപെടുന്നതുകൊണ്ട് ദൂരെ നിന്ന് തന്നെ മോചിപ്പിക്കാൻ വരുന്ന ആ ചെരിഞ്ഞ ആളെ കണ്ടതും ആ പെൺകുട്ടികളൊക്കെ ചെരിഞ്ഞ ആൾക്കാരെ ആകർഷപ്പെട്ടു. അതിനുശേഷമാണ് ഈ ചെരിഞ്ഞവരെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത്. ചെരിഞ്ഞ ആൾക്കാരെ കാണുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഇതൊന്നുമില്ല. ആദ്യമായിട്ട് ചെരിഞ്ഞവൻ ഭഗവാനാ. പെണ്ണുങ്ങളുടെ പ്രീതി കിട്ടാൻ വേണ്ടി ആൾക്കാർ ചെരിയുന്നത് അതുപോലെ സർവാനായിട്ട് മാറും. സ്വാഭാവികമായിട്ട് ശരിയാണ്. ഭൂയാതിരയം വശ്യം തദനുമോദതാം ഇതി സർവാ പൃഥക് കൃഷ്ണേ ഭാവേന ഹൃദയം ദധു. ഭാവം കൊണ്ട് അതെല്ലാം ഹൃദയത്തെ നൽകിക്കഴിഞ്ഞു ഭഗവാൻ. ഒരേ മുഹൂർത്തത്തിൽ അവർക്ക് യോജിച്ച ശരീരത്തിൽ അവർക്ക് അതാത് കൊട്ടാരങ്ങളിൽ വെച്ച് ഭഗവാൻ അവരെ വിവാഹം ചെയ്തു. കോടിക്കണക്കിന് രൂപത്തിൽ വർത്തിക്കുന്ന ഭഗവാനെ പരീക്ഷിച്ച് പല വിഷമം ഈ 16,000 രൂപം സ്വീകരിക്കാൻ. പക്ഷെ ഈ സൗഭാഗ്യവതികളെല്ലാവരും ബ്രഹ്മാപോലും കൊതിച്ച ഈ പദവിയിൽ എത്തിയിട്ട് പോലും അവർക്ക് തന്റെ പദവിയുടെ മഹാത്മ്യം അത് മനസ്സിലായില്ല. അതാണ് നമുക്ക് പറഞ്ഞത്. അത് ഭഗവാന്റെ ഒരു യോഗ. ഭാര്യമാർക്ക് മനസ്സിലാവുന്നു. ഒരു സാധാരണ ഭർത്താവിനെ എങ്ങനെ വശത്താക്കാം ടു മേക്ക് ഹിം ഫോളോ ഹർ ലൈഫ് എന്ന ആ തന്റെ വരച്ച വരയില് എങ്ങനെ ഭർത്താവിനെ വിൽക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു സാധാരണ ഭാര്യയുടെ അവസ്ഥയിലേക്ക് അവരെല്ലാവരും പക്ഷെ അധപ്പതിച്ചു എന്ന് പറയാം. ഇത്രയും ദിവ്യമായ ഒരു പദവി. പക്ഷെ സമയത്തുള്ള ചേഷ്ടങ്ങളെ കൊണ്ട് ഭഗവാനെ മോഹിക്കാൻ ഭഗവാൻ ഇങ്ങനെ കവിട്ടും ഞാൻ ബ്രഹ്മം നിങ്ങളെല്ലാവരും ജസ്റ്റ് ആത്മാക്കൾ. ഒരു പുരുഷൻ ഒരു ലൈൻ ഓഫ് കൺട്രോൾ എല്ലാവരുടെ ഹൃദയത്തിലും അവളുടെ ബാഹ്യമായ സൗന്ദര്യമോ അവളുടെ കേരളമോ അവളുടെ സമ്പത്തോ എന്നെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതല്ല എന്ന ബോധ്യത്തിലേക്ക് ഭർത്താവ് വരുമ്പോഴാണ് അയാൾ ഭർത്താവ് എന്നാണ്. ഭരിക്കുന്ന ഈ ഭർത്താവ് എന്നുള്ള പദത്തിന് അർത്ഥം. ഇപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ കമ്മീഷന്റെ മുമ്പിൽ ഞാൻ ഹാജരാകേണ്ടി വരും എന്നറിയില്ല. ഏതായാലും യഥാർത്ഥ ഭർത്താവ് ഭഗവാനാണ്. ഭരണം എന്നുള്ളത് ഒരു കാര്യം മനസ്സിലാക്കാം. ഭരണം എന്നുള്ളത് സ്നേഹം മാത്രമേ സാധിക്കൂ. നിങ്ങളോട് ഞാൻ എല്ലാവരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് കാണിക്കുന്ന അനുസരണയാണ്, സ്നേഹമാണ് നിങ്ങളെ ലഭിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. അല്ലാതെ എന്റെ കമാൻഡിങ് പവർ എന്നല്ല. എനിക്ക് നിങ്ങളിലേക്ക് ഫീൽ ചെയ്യുന്ന, നിങ്ങൾക്ക് എന്നോട് ഫീൽ ചെയ്യുന്ന ആ സ്നേഹമാണ് നിങ്ങളെ കൊണ്ട് ഞാൻ പറയുന്നത് അനുസരിപ്പിക്കുന്നത്. അല്ലാതെ മനുഷ്യർ തമ്മിൽ അങ്ങനെ കടപ്പാടൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രഭാഷണം കഴിഞ്ഞാൽ 10 രൂപ വെച്ച് ഞാൻ തരാം എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്നവരാരും ഒന്നുമില്ല. എനിക്കറിയാം. അങ്ങനെ ഒരു ഓഫർ കൊടുത്തുള്ള ബന്ധമല്ല നമ്മുടെ ബന്ധം, ഹൃദയപരമായ ബന്ധമാണ്. അപ്പൊ ഭരിക്കപ്പെടുന്നത് എപ്പോഴാണ്? സ്നേഹം കൊണ്ടാണ് ഭരിക്കുന്നതും സ്നേഹം കൊണ്ടാണ് ഭരിക്കപ്പെടുന്നതും. അതുകൊണ്ടാണ് ഭാര്യ എന്ന് അവിടെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് മുഖം വീർപ്പിച്ച് നിൽക്കുന്ന മഹാതന്റെ ഭാര്യ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഭൂമുഖഭാഗത്ത് സ്നേഹം പുലർത്തുന്ന നിങ്ങളാണത്. ഭരിക്കപ്പെടുന്നവളും സ്നേഹത്താലാണ്, ഭരിക്കുന്നവനും സ്നേഹത്താലാണ്. അവിടെ കണക്ട് ചെയ്യുന്ന ഘടകം സ്നേഹമാണ്.
അതുകൊണ്ടാണ് ഭർത്താവ് ഭാര്യ ധരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ആളല്ല. അത് വളരെ പുരുഷന്മാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ഭഗവാന്റെ ഗാർഹസ്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ ഭർത്താവിന് വേണ്ടത് സ്നേഹം മാത്രമാണ് എന്ന ബോധ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇത് പക്ഷേ ചെറുതായിട്ടൊന്നും തെറ്റിദ്ധരിച്ച ആളായിരുന്നു രുക്മിണി ദേവി. പാവം വല്യമ്മലാക്കി രുക്മിന് കുറച്ചു കാലമായിട്ട് വിചാരം ബാക്കി ആൾക്കാരൊക്കെ ഭഗവാനിൽ വശംവദരായവരാണ്, എന്നെ ഭഗവാന് വശംവദരായവരാണ്. അതുകൊണ്ടാണ് ഭഗവാൻ എന്നെ രുക്കു വിളിക്കണം. ഞാനാണല്ലോ സീനിയർ മോസ്റ്റ് എന്ന് രുക്മിണി ദേവിക്ക് ഒരു വിചാരം. ഭഗവാൻ അതിനെ പാമ്പർ ചെയ്തു. ഏതുവരെ പോകും നോക്കാം. ഒരു ദിവസം വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ആ മൂഡിലാണ് രുക്മിണി ദേവിയുടെ മുമ്പിൽ അത് പ്രസന്റ് ചെയ്യാൻ ഭഗവാൻ തീരുമാനിച്ചത്. പരസ്പര അഭിപ്രായ വ്യത്യാസം, പരസ്പര ശാസന, ഇതെല്ലാം സ്നേഹത്തിന്റെ ഭാഷയിലാവുമ്പോഴേ ഭാര്യ എന്നും ഭർത്താവെന്നും വിളിക്കപ്പെടാൻ യോഗ്യതയുള്ളൂ. ഇല്ലെങ്കിൽ മുതലാളി തൊഴിലാളി ആവും. ഇവിടെ തീർക്കാൻ തീരുമാനിച്ചത് ഞായറാഴ്ച സ്വീകാരം, തിങ്കളാഴ്ച കല്യാണം, ചൊവ്വാഴ്ച തിരിച്ചു വീട്ടിൽ വരല്. ഒരു സ്ഥിരം കുട്ടി ഫോർകാസ്റ്റ് കഴിവില്ല. അതെങ്കിലും എനിക്ക് പറ്റില്ല. കാരണം ഇവരെല്ലാം അനവധി ഞങ്ങളെ പോലെയുള്ള സ്വത്ത് പറയാൻ പോലും യോഗ്യതയില്ലാത്ത ആളുകളാണ്. നിഷ്കിഞ്ചന വൈംശസ്വൽ നിഷ്കിഞ്ചന ജനപ്രിയ ദേവി, ഞങ്ങൾക്ക് ആഗ്രഹത്തിലെ സമ്പത്ത് വേണ്ടു. ആഗ്രഹം നിനക്കാണെങ്കിൽ ഒരുപാട് ആഗ്രഹം. സ്വന്തം കൊട്ടാരം, സ്വന്തം വീട്, സ്വന്തം ഭർത്താവ്, സ്വന്തം കുട്ടികൾ. ഈ ആഗ്രഹം എന്നെ നോക്കാൻ ഒരുപാട് ആൾക്കാർ. ഞാൻ എത്ര ആൾക്കാർ നോക്കാമെന്ന് കണക്കില്ല. എനിക്ക് തന്നെ ഭാര്യമാരെ തിരിച്ചറിയാം, അങ്ങനെ തിരിച്ചറിയുന്നില്ല. എന്തുകൊണ്ട? അതുകൊണ്ട് നിന്റേത് എന്ന് പറയാൻ ഈ ആഗ്രഹിച്ചതൊന്നും ഇപ്പൊ ഇല്ല. അപ്പൊ തന്നെ ദൃഷ്ടികളെ അളവ് മനസ്സിലായില്ലേ? പിന്നെ മാത്രമല്ല, ഉദാസീന വയം കാമുകാഹ, ഇതിനൊന്നും വലിയ താല്പര്യമില്ല. കുടുംബജീവിതം, കുട്ടികൾ, സമ്പത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ആ കാട്ടിലൂടെ കാലിക വീഴ്ചകൾ നടക്കുമ്പോൾ അതിന്റെ സുഖം ഇതിലൊന്നുമില്ല എന്ന് ചിന്തിച്ചിരുന്ന എന്നെ നീ ഹീറോ ആയി കണ്ട് അവസാനം എന്റെ വിവാഹം നടത്തി. ഞാനങ്ങനെ പറയാം, എന്റെ വിവാഹം നീ നടത്തിയതാ ഞാൻ പറയാം. എന്നെ കല്യാണം കഴിക്കുമ്പോ ഇത്രയും നീ ചിന്തിച്ചിരുന്നുവോ? കുല ശീല രൂപ വിദ്യാലയോ ദ്രവിണധാമുഭി ആത്മതുല്യം ധീന പതികുലവതി എന്ന വലിയതൊക്കെ വളരെ അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയല്ലേ വിദർഭ രാജ്യം. ഞങ്ങളെ പറയുന്ന ആൾക്കാരോ കന്നുകാലികളെ നയിക്കുന്ന കുടുംബം. ഇത് തമ്മിൽ ചർച്ച നടത്തുന്നു. ഇതാണ് പെണ്ണുങ്ങളുടെ പ്രേമത്തിന് കണ്ണില്ലാതെ കേരളന്മാരായിട്ടുള്ള താവാളികളായിട്ടുള്ള ആളുകൾ അനവധി ആൾക്കാർ പിന്നാലെ അപ്ലിക്കേഷനായിട്ട് വരുന്നു. അതിനൊക്കെ വേണ്ടാന്ന് വെച്ച് പശുവിനെ മേയ്ക്കുന്ന എന്നോട് കൂടെ ഇറങ്ങിപ്പോകുന്നു. യയോരാത്മസമം വിത്തം ജന്മ ഐശ്വര്യാഭവ തയോ വിവാഹോ മൈത്രി ഉത്തമാധമയോ കുജിൽ. ഇത് നമുക്കുള്ള മെസ്സേജാണല്ലോ. എല്ലാവരും ഉണർന്നിരിക്കും. അത്രയായാലും ഞാൻ നിർത്തിക്കോളാം. ആൾക്കാരുടെ പക്ഷം കണ്ടാൽ ഈ ശബ്ദപ്രാ നിൽക്കുക ഞാൻ നിർത്തിക്കോളാം.
ഇതുകൂടി കഴിഞ്ഞിട്ട് കൃത്യമാണ്. ജന്മ ഐശ്വര്യ ആദ്യഭാവ, അതായത് സമ്പത്ത്, ജന്മം, ഐശ്വര്യം, സൗന്ദര്യം, ജീവിതശൈലി, ഇതെല്ലാം തുല്യമായിട്ടുള്ള ആൾക്കാർ തമ്മിലെ വിവാഹം ഇപ്പോഴും എല്ലാ ക്ഷമത ഉണ്ടായിരുന്നില്ല, ശക്തി ഉണ്ടായിരുന്നില്ല. ഭഗവാൻ തന്നെ എന്താ പറയാ അകറ്റി നിർത്തും, ഉപേക്ഷിക്കും എന്നൊക്കെ ചിന്തിച്ചു പോയി. എങ്ങനെ ചിന്തിക്കരുത് അവിടെ ലേശം തമാശ ആൾക്കാരെ പോലെ ഇങ്ങനെയാ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഈ സ്നേഹം വിഖ്യാതമായ അദ്ദേഹത്തെ പോലെ പേരക്കുട്ടികൾ പ്രാവശ്യം ആഘോഷിക്കുന്നുണ്ട്. ഉപ്പില്ല, ഉപ്പ് അഭിപ്രായ വികാസം ശരിയാണെന്ന് പറയുന്ന ഒരു ഘട്ടത്തിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ തോന്നിയ നിങ്ങളുടെ അഭിപ്രായത്തിനോടൊരു ഡിഫറൻസ് വരുമ്പോഴാണ് നിങ്ങൾക്ക് ബോധ്യം പറയുന്നത് എനിക്ക് സ്വന്തമായിട്ട് അഭിപ്രായം വന്നു. അപ്പോഴാണ് ബോധ്യം വരുന്നത്. ആ അഭിപ്രായ വ്യത്യാസം പറയുക
കൃഷ്ണമാർക്ക് കാരണം ഭഗവാനെ അങ്ങനെ ഭഗവാനെ ഇന്ന് എന്നെ സ്വന്തമായി ഉഷാ പരിണയം ഭഗവാന്റെ പ്രതിപുത്രൻ അനിരുദ്ധനെ ഉഷാ സ്വപ്നം കാണുന്നതും അനിരുദ്ധനെ ശോഭിതത്തിലേക്ക് എത്തിക്കാൻ ആദ്യമായിട്ടുള്ള ശാഖകൾ രണ്ടും കൂടി രുക്മി സമ്മതിച്ചു പേരക്കുട്ടിയെ അനിരുദ്ധനും യോജിക്കുന്ന വിവാഹ രംഗത്തിൽ ഞങ്ങൾക്കറിയാം അങ്ങനെയുള്ള ശബ്ദം പക്ഷെ അതോടുകൂടി പകരം ലക്ഷ്മി പ്രകൃതിയുടെ മുഖ്യ അമരിച്ചു. ആ